പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഷക്കീന ടി വിയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കർത്താവിൻ്റെ തിരുവചനം ശ്രവിക്കുന്ന ഈശോ മിശിഹായുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും വലിയ കൃപയും അനുഗ്രഹവും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സമയം കർത്താവ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പന്തക്കുസ്തായുടെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവജനം എല്ലാ ഇടങ്ങളിലും ഒരുപോലെ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരുന്നും തമ്പുരാൻ്റെ തിരുസാന്നിധ്യം കുർബാനയിലൂടെ അടുത്തിരുന്ന് അനുഭവിക്കുവാൻ സാധിക്കാത്ത വേദനയിൽ കുർബാനയിൽ പങ്കുചേർന്നതിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ ഹൃദയങ്ങളിൽ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ പ്രത്യേകം സ്നേഹിക്കുന്ന ഭവനങ്ങൾ ഓരോന്നും ദൈവാലയങ്ങളായി രൂപാന്തരപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ കൃപ സമൃദ്ധമായി മക്കളിലേക്ക് പകരപ്പെടണമെന്ന് എല്ലാവരും ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം, വലിയ കരുണ ഈ സമയം നമ്മളെല്ലാവരിലും വെളിപ്പെടാൻ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയും കൃപയും ബലവും കൊണ്ട് ദൈവമക്കളായ നമ്മളെല്ലാവരും അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങ് നിമിഷങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് വരണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ. ദൈവമക്കളുടെ ഭവനങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നത അഭിഷേകം ഈ സമയം വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശക്തിയാൽ മക്കള് ചൂടുപിടിക്കട്ടെ. അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ, സമൂഹങ്ങൾ വിമോചനം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ ഉന്നത ശക്തി ഈ നിമിഷങ്ങളിൽ ദൈവമക്കളെ അഭിഷേകം ചെയ്യിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നടപടി പുസ്തകം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊരുമിച്ച് ഹൃദയത്തിൽ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കാം. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പം, എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ ഉന്നതത്തിൻ്റെ ശക്തി നിറയുമ്പം നമ്മൾ പുത്തൻ മനുഷ്യരാകും, രൂപാന്തരപ്പെടും, നവീകരിക്കപ്പെടും, ശക്തിപ്പെടും, വിശദീകരിക്കപ്പെടും, വിമലീകരിക്കപ്പെടും. എല്ലാ വിധത്തിലും നമ്മുടെ ജീവിതങ്ങൾ ചൂടുപിടിക്കും. ഈ രാത്രിയിൽ എൻ്റെ നിങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുശക്തി പ്രവേശിക്കാൻ ആഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. നമ്മുടെ യൗവനങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ. സമർപ്പിതർ, വൈദികർ കർത്താവിൻ്റെ വലിയ മഹത്വത്താൽ നിറയട്ടെ. സഭ മുഴുവൻ പുത്തൻ പന്തക്കുസ്തായുടെ ആത്മീയ ശക്തിയാൽ ചൂടുപിടിക്കട്ടെ. ഒരിക്കൽ കൂടി ദൈവമക്കൾ ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഈശോയെ, നിങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. എന്നിൽ നിറയണമേ. ഗാനത്തോട് ചേർന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ ദുർബല ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ തളർന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക്, ഞങ്ങളുടെ മരവിച്ച നിരാശപ്പെടുന്ന പാപത്തിൽ വീണുപോകുന്ന ഞങ്ങളുടെ തകർച്ചകളിലേക്ക് വരണമേ. ഓ പരിശുദ്ധാത്മാവേ വരണമേ. ബന്ധനങ്ങൾ അഴിക്കാൻ വരണമേ. തകർച്ചയുടെ പൂട്ട് തകർക്കാൻ വരണമേ. എല്ലാ തലങ്ങളിലുള്ള പരാജയങ്ങളിലേക്ക് വരണമേ. രോഗക്കിടക്കളിലേക്ക് വരണമേ. രോഗാണുക്കളെ നിർവീര്യാക്കാൻ വരണമേ. ദൈവ സാന്നിധ്യം, വിശുദ്ധി പകരാൻ വരണമേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. ആഗ്രഹിച്ച് പാടിക്കണം. അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ അങ്ങ് വരണമേ, അങ്ങ് വരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. ഞങ്ങളുടെ യുവതികളെ, യുവാക്കന്മാരെ വിശുദ്ധീകരിക്കാൻ, പടുത്തുയർത്താൻ, വിലയുള്ളവരാക്കാൻ അങ്ങ് വരണമേ. ഞങ്ങളുടെ സമർപ്പിതരെ ജ്വലിപ്പിക്കാൻ അങ്ങ് വരണമേ. ഞങ്ങളുടെ വൈദികരെ കൂടുതൽ അഭിഷേകത്താൽ നിറയ്ക്കാൻ അങ്ങ് വരണമേ. സഭ മുഴുവനെ ജ്വലിപ്പിക്കാൻ അങ്ങ് വരണമേ. ദുർബല ജീവിതങ്ങളിലേക്ക് പ്രകാശം തരാൻ, പ്രത്യാശ പകരാൻ അങ്ങ് വരണമേ. ക്ഷീണം, തളർച്ച, മരവിപ്പ്, മന്ദത, ലോകാരൂപി സുഖലോലുപത, ആസക്തികൾ, ബന്ധനങ്ങൾ ഞങ്ങളിൽ എടുത്തു മാറ്റാൻ പരിശുദ്ധാത്മാവേ വരണമേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ. എൻ്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ. എൻ്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാൽ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാൽ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. 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 എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. എന്നിൽ നിറയണമേ. നിറഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയപ്പെടാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ തളർന്ന ജീവിതങ്ങൾക്ക്, പ്രത്യാശ കിട്ടാത്ത നമ്മുടെ അവസ്ഥകൾക്ക്, ദുഃഖത്താൽ, മ്ലാനതയാൽ മുഖം കുനിഞ്ഞു പോകുന്ന നമ്മുടെ അവസ്ഥകളിലേക്ക്, വീണ്ടും വീണ്ടും വീണു പോകുന്ന പാപത്തിൻ്റെ അവസ്ഥകേടുകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തി കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് വരണമേ. ഈ നിമിഷങ്ങളിൽ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങളിലേക്ക് ശക്തിയായി അങ്ങ് വരണമേ.
അന്ധകാര ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ. തിന്മയുടെ എല്ലാ കുടുക്കുകളിൽ മക്കൾക്ക് വിടുതൽ കിട്ടട്ടെ. സർവശക്തൻ്റെ ഇടപെടൽ ഈ നിമിഷങ്ങളിൽ വെളിപ്പെടട്ടെ. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലിരുന്ന് കർത്താവിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ഉന്നത ശക്തിയാൽ അഭിഷേകം പ്രാപിക്കുവാൻ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്താൽ ഈ നിമിഷങ്ങളിൽ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. വചനത്തിൻ്റെ വലിയ ഉൾക്കാഴ്ചകൾ, ദർശനങ്ങൾ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വിളമ്പി തരണമേ. കർത്താവിൻ്റെ സഭയിൽ അങ്ങയുടെ വചനം സമൃദ്ധമായി അങ്ങ് തരണമേ. അങ്ങയുടെ പുരോഹിതരിലൂടെ, അങ്ങയുടെ സമർപ്പിതരിലൂടെ, അങ്ങയുടെ പ്രിയപ്പെട്ട ദൈവമക്കളുടെ അധരങ്ങളിലൂടെ, കുഞ്ഞു മക്കളിലൂടെ കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വിളമ്പി തരണമേ. അവരുടെ അധരങ്ങളിൽ സ്തുതികൾ കൊടുക്കുന്ന കർത്താവേ, എല്ലാ മക്കൾക്കും അങ്ങയുടെ അനുഗ്രഹം കൊടുക്കണമേ. എല്ലാവരും പ്രവാചകന്മാരായിരുന്നെങ്കിലെന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് കർത്താവിൻ്റെ സഭ ഈ നിമിഷങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിൽ ഉയരട്ടെ. കർത്താവെ, ഞങ്ങളെ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ഈ ഒരു കാലത്തിൽ കർത്താവെ, മാറിയിരുന്ന് പ്രാർത്ഥിച്ച്, ആരാധിച്ച്, സ്തുതിച്ച്, വചനം പഠിച്ച്, വചനം ധ്യാനിച്ച് ദൈവമക്കളെല്ലാവരും ജ്ഞാനം ഉള്ളവരായിട്ട് മാറട്ടെ. ദൈവത്തിൻ്റെ പ്രത്യേകമായ ജ്ഞാനം ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും കൃപയായി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഉന്നത ജ്ഞാനം പൗലോസ് അപ്പോസ്തലൻ ഏറ്റുപറയുന്നത് പോലെ സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തെ പ്രതി ലജ്ജിക്കാതെ കർത്താവിൻ്റെ വചനത്തെ സാക്ഷ്യം വഹിക്കാൻ കഴിവുള്ള, തൻ്റെയുള്ള, അനുഗ്രഹമുള്ള മക്കൾ കർത്താവിൻ്റെ സഭയിൽ പിറക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ സമർപ്പിതർ, അഭിഷേകമുള്ള, അനുഗ്രഹം പ്രാപിക്കുന്ന സമർപ്പിത മക്കള് അനുഗ്രഹമായിട്ട് ഈ സമയത്ത് കർത്താവിൻ്റെ മഹത്വത്താൽ അഭിഷേകം പ്രാപിക്കട്ടെ. യൗവനങ്ങൾ കർത്താവിൻ്റെ ശക്തിയാൽ അഭിഷേകം പ്രാപിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ റൂഹായാൽ സഭയെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി പരിശുദ്ധ സഭ മുഴുവനിലേക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കും ബാക്കി സഭാസമൂഹം മുഴുവനിലേക്ക് ദൈവാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി ദൈവമക്കൾ സ്തുതിക്കട്ടെ. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ സഭ അതിൻ്റെ ആരംഭം മുതൽ ഒത്തിരി പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയ സഭയാണ്. കർത്താവായ ഈശോ ഇത് വ്യക്തമായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞു. ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും. യജമാനൻ സഹിച്ചുവെങ്കിൽ പുറത്തിൽ എത്രയോ അധികം ആ അതേ വഴിയിലൂടെ നടന്നു പോകേണ്ടിയിരിക്കുന്നുവെന്ന്. അവൻ എനിക്കെതിരെ ചെയ്തത് നിങ്ങൾക്കൊപ്പവും ചെയ്ത് തന്നിരിക്കുമെന്ന് യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയിൽ വസിക്കുന്നു, ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നടക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു ജനതയാണ് കർത്താവിൻ്റെ സഭ മക്കൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ സഹനങ്ങളും പ്രയാസങ്ങളും ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പം നമ്മളാരും ചഞ്ചലചിത്തരാകാൻ പാടില്ല. കാരണം നമുക്ക് മുൻപേ നമുക്ക് വേണ്ടി കുരിശ് വഹിച്ച് ജയിച്ച ദൈവം നമ്മുടെ രക്ഷകനാണ്. നമുക്ക് മുമ്പേ കുരിശിൻ്റെ വഴികളെ ധീരതയോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും വാഗ്ദാനങ്ങളുടെ ബലത്താലും കുരിശ് വഹിച്ച് സ്വർഗം പൂകി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ മധ്യസ്ഥരായിരിക്കുന്ന ഓരോ വിശുദ്ധനും വിശുദ്ധയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ കടന്നുപോയ അതേ വഴിയിലൂടെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നടന്ന് നീങ്ങണം. ആ വഴികളിൽ സാക്ഷികളാകാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവ് സഹായകൻ്റെ ഇടപെടലുകൾ ആവശ്യമുണ്ട്. സഹായകൻ കൂടെ വരണം. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾ വിളിച്ചപേക്ഷിക്കണം. പരിശുദ്ധാത്മാവേ വരണമേ. ആത്മാർത്ഥമായ വിളിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരി വിലയുണ്ട്. ആത്മാർത്ഥതയെ വിലമതിക്കുന്നവനാണ് ദൈവം. എത്രത്തോളം നീ ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വേണമെന്ന്,
ഈ പാപം വേണ്ടാന്ന് പരിശുദ്ധാത്മാവ് മതിയെന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് വിടുതൽ കിട്ടും പ്രിയപ്പെട്ടവരെ. കാരണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നവർക്ക് തൻ്റെ സാന്നിധ്യം വിളമ്പി തരുമെന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹിക്കുന്നവർക്ക്, ചോദിക്കുന്നവർക്ക് അളവില്ലാതെ എൻ്റെ പിതാവ് പരിശുദ്ധാത്മാവിനെ തരും. ചോദിക്ക്, ദാനങ്ങൾ ചോദിക്ക്, കൃപകൾ ചോദിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ചോദിക്ക്, വിശുദ്ധി ചോദിക്ക്, വിശ്വസ്തത ചോദിക്ക്, ആത്മീയ അഭിഷേകം ചോദിക്ക്, എല്ലാ കൃപകളും ചോദിക്ക്. ദൈവത്തിൻ്റെ ആത്മാവ് അതെല്ലാം മക്കൾക്ക് വിളമ്പി തരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയിൽ വിലപിടിപ്പുള്ള എല്ലാ ദാനങ്ങളും സമൃദ്ധമായി പകരുന്ന ജീവനുള്ള സഭയിൽ, ജീവനുള്ള ഈശോ വസിക്കുന്ന സഭയിൽ, ജീവനുള്ള പരിശുദ്ധാത്മാവ് സഹയാത്രികനായി നിരന്തരം നിന്റെ സഞ്ചാരപഥങ്ങളിൽ അനുയാത്ര ചെയ്യാൻ തയ്യാറായി കാത്തു നിൽക്കുന്ന പരിശുദ്ധ സഭയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ആവശ്യമായതെല്ലാം തരാനുള്ള കരുത്ത്, കഴിവ് ദൈവത്തിൻ്റെ ആത്മാവിനുണ്ടെന്ന് മക്കൾ വിശ്വസിക്കണം. ഈ നിമിഷങ്ങൾ നമ്മൾ വിശ്വസിക്കുക. എൻ്റെ ദുർബല പ്രകൃതങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ഇറങ്ങിയാൽ ഞാനും അഭിഷേകമുള്ള ആളായിട്ട് മാറും. വിശുദ്ധർ നടന്ന അതേ സഞ്ചാരപഥങ്ങളിലൂടെ യാത്ര ചെയ്യാൻ എനിക്ക് എൻ്റെ കർത്താവ് കരുത്തു തരും. അതിന് വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ അനുഭവിക്കണം. ഈ ദിനങ്ങളിൽ പന്തക്കുസ്ത അനുഭവം സ്വീകരിക്കാൻ ദൈവമക്കൾ സമൃദ്ധമായിട്ട് ഒരുങ്ങുമ്പം നമുക്ക് ഒന്നാമതുണ്ടാകേണ്ട ഒരു ബോധ്യം, ആഴമായ ഒരു കൺവിക്ഷൻ, കോൺഫിഡൻസ്, അത് വിശുദ്ധർ നടന്ന അതേ വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള അനുഗ്രഹം എൻ്റെ ദൈവം എനിക്കും തരുമെന്നുള്ള ഒരു ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് ആരെങ്കിലും വിചാരിച്ചു തുടങ്ങി അന്ന് മുതൽ നമ്മൾ പിന്നോട്ട് നടക്കാൻ തുടങ്ങും. എനിക്ക് ഈ പാവത്തെ ഒഴിവാക്കാൻ ഒരിക്കലും കഴിവുണ്ടാകത്തില്ല, ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുമെന്ന് ഒരാൾ വിചാരിച്ച അയാൾ അവിടെ തന്നെ കിടക്കും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദുർബലതയാണെന്ന് സഭ ഉയർത്തിയതെന്ന് നമുക്കറിയാമല്ലോ. പാവപ്പെട്ട മുക്കുവരെ, അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ, വിദ്യാവിഹീനരെ, സമൂഹം എഴുതിത്തള്ളവരെ എന്തിനാ കർത്താവ് മുറുകെ പിടിച്ചത്? എന്തിനാ ചേർത്ത് പിടിച്ചത്? എന്നിട്ട് അവരെ കുറിച്ച് ഇങ്ങനെ പറയിക്കാൻ കർത്താവ് എന്തുകൊണ്ട് കാരണമാക്കി? ഈ വിദ്യാവിഹീനരായ ഈ ആലംബഹീനർ എങ്ങനെയാണ് ഇത്രമാത്രം സജീവതയോടെ ദൈവത്തിൻ്റെ ജ്ഞാനം പറയുന്നത്? എങ്ങനെയാണ് നമുക്ക് പോലും മനസ്സിലാകാത്ത ദൈവവചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ, ദർശനങ്ങൾ അവരിങ്ങനെ വിളമ്പി തരുന്നത്? അവർക്കങ്ങനെയാണ് ഇത്രയും ധൈര്യം, അവർക്കങ്ങനെ ഇത്ര തൻ്റെ ഇടം, അവർക്കങ്ങനെ ഇത്ര ബലം? അവരെക്കുറിച്ച് പറയിപ്പിക്കാൻ അവരെ ദൈവം ആദ്യം ദുർബലരാക്കി, അവരെ വെറും വിലകെട്ടവരാക്കി, അവരെ ലോകത്തെ വെറുമയാക്കി, എന്നിട്ട് ഉയർത്തി. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എൻ്റെ ദുർബലതയിൽ, എൻ്റെ വീഴ്ചയിൽ, എൻ്റെ തളർച്ചയിൽ, എൻ്റെ ബലഹീനതയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സങ്കടപ്പെടരുത്. ആശ്രയിക്കണം, മുറുകെ പിടിക്കണം, ചേർന്ന് നിൽക്കണം, അള്ളിപ്പിടിക്കണം. ദൈവത്തിൻ്റെ കരുത്ത് നിന്നിൽ പ്രകടമാകും, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ ഇറങ്ങും, ദൈവം നിന്നെ ഉപയോഗിക്കും. ഈ സമൃദ്ധമായ ബോധ്യം, ഈ ദൈവത്തിൽ ആശ്രയം വെച്ചുള്ള വിശുദ്ധർക്കുണ്ടായിരുന്ന ഈ ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടെങ്കിൽ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ഈ രാത്രിയിൽ കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. നാളുകളായി നിന്നെ ഭാരപ്പെടുത്തിയ ഭാരം മാറിപ്പോകും. നാളുകളായി നിന്നെ കൂനിക്കൂട്ടി, നിന്നെ ചെറുതാക്കി, നിന്നെങ്ങനെ കാൽക്കീഴിലാക്കിയ പാപത്തിന്റെ ബന്ധനം നിന്നെ വിട്ടൊഴിയും. കാരണം ദൈവത്തിന്റെ അപരിമയമായ ഉന്നത ശക്തി എല്ലാത്തിനെയും മറികടക്കാൻ കഴിവുള്ളതാണെന്ന് പ്രിയപ്പെട്ട സഹോദരൻ, സഹോദരി ഈ രാത്രിയിൽ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അപ്പസ്തോല സഭയിൽ നമ്മൾ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദുർബലരായ മുക്കുവര് ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കരം കോർത്ത് കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് വന്നിറങ്ങിയത്. അതോടെ അവരുടെ ജീവിതഗതി മാറുക, നിയോഗങ്ങൾ മാറുക, ശൈലി മാറുക, രീതി മാറുക, മനോഭാവങ്ങൾ മാറുക, എല്ലാം മാറി. പിന്നെ അവർ ഇന്നലത്തെ തള്ളിപ്പറയുന്ന ഒരു പ്രയാസം വരുമ്പോൾ പല വഴിക്ക് പല ദിക്കിലേക്ക്, ഏത് വഴിയാ നന്നായിട്ട് ഓടിയാൽ കൂടുതൽ വേഗത്തിലെത്താവുന്ന രക്ഷപ്പെടാനുള്ള സങ്കേതം കിട്ടുന്നതെന്നുള്ള നോട്ടമല്ല. പിന്നെ പ്രയാസം വരുമ്പം അവർ കൂട്ടായ്മ കൂടുക. പ്രിയപ്പെട്ടവർ, നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവർക്കെതിരെ ലോകം മുഴുവൻ ഒന്നിച്ചുകൂടി ഭീഷണി ഉയർത്തുമ്പം, ഭീഷണിയാ മുമ്പോട്ട് പോകാൻ പാടാന്ന് തോന്നുന്നത്, അത്ര ആവേശമൊന്നും വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് പഴയ മുക്കുപണിയിലേക്ക് അവർ തിരിച്ചു പോവുകയല്ല ചെയ്തത്. അവർ ചെയ്തത്, അവർ കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടി. അവർ കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടി
ഒരുമിച്ച് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവമേ, ഞങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന അവരുടെ മേൽ ഇടിത്തി വീഴണേ, ഉരുളുപൊട്ടി അവന്മാരെല്ലാം ഒന്ന് ചൊരിച്ചു പോണേ, അവിടെ വല്ല ബോംബുണ്ടെങ്കിൽ അതെല്ലാം അവിടെ തന്നെ പോയി പൊട്ടട്ടെ എന്നൊന്നും അല്ല പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചത്. അവർ പ്രാർത്ഥിച്ചത് കരുത്തിന് വേണ്ടിയാണ്. എന്തിൻ്റെ കരുത്തിന്? വചനം പറയാനുള്ള കരുത്തിന്, വചനം ജീവിക്കാനുള്ള കരുത്തിന് ഞങ്ങൾക്ക് തരണം. അവരുടെ ഭീഷണികൾ അങ്ങ് ശ്രദ്ധിച്ചുകൊള്ളുക, അങ്ങത് ശ്രദ്ധിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടത് വചനം ജീവിക്കാനുള്ള കരുത്താ, വചനം പറയാനുള്ള ശക്തിയാ, അത് മതി. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുക. കൂട്ടായ്മയിൽ കണ്ണുനീരോടെ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമ്പം പ്രിയപ്പെട്ടവരെ, സ്വർഗം അത് ശ്രദ്ധിക്കുന്നു. സ്വർഗം ശ്രദ്ധിച്ചിട്ട് വചനം പറയുകയാണ്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങും. കാരണം പ്രാർത്ഥിച്ചത് ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടിയാ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ധൈര്യം കിട്ടി. ദൈവവചനം വല്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ പറയാനുള്ള തൻ്റെ ഇടം കിട്ടി. പ്രയാസവും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആർത്തിരമ്പുമ്പോഴും അതിനു മുകളിലൂടെ സൗമ്യമായി നടന്നു നീങ്ങിയ ഗുരുനാഥനെ അവർക്ക് ഓർമ്മിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തി കൊടുത്തു. അതിന് മുകളിലൂടെ, തിരമാലയ്ക്ക് മുകളിലൂടെ നടന്നു നീങ്ങിയ തമ്പുരാൻ കർത്താവിൻ്റെ സ്മരണ അവരുടെ അകത്തളങ്ങളിലേക്ക്, ആത്മാവിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കപ്പെട്ടപ്പം പ്രിയപ്പെട്ടവരെ, അവർക്ക് ബോധ്യം കിട്ടി, ഇത് ഞങ്ങളുടെ ദൈവം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഗുരുനാഥൻ ഞങ്ങൾക്ക് അവൻ്റെ അവസാന മൊഴി പോലെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, പക്ഷെ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കീഴടക്കിയ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ ലോകത്തിന് ഞങ്ങളുടെ മേൽ അവകാശം ഇല്ല. ഈ തിരിച്ചറിവോടെ പ്രിയപ്പെട്ടവരെ, അസന്നിഗ്ധാവസ്ഥകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, വലിയ ഞെരുക്കങ്ങളിൽ അവർ കൂട്ടായ്മ സൃഷ്ടിച്ച് ഒരുമിച്ചിരുന്ന് കണ്ണുനീരോടെ ദൈവമേ എന്ന് വിളിച്ചപ്പം സ്വർഗം ഇറങ്ങിയതാണ് ആദിമ സഭയുടെ അനുഭവമെങ്കിൽ പ്രിയപ്പെട്ടവരെ, സഭാഗാത്രം ഓരോ കാലഘട്ടങ്ങളിൽ ഈ അനുഭവത്തിലൂടെ ആവർത്തിച്ച് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വേറിട്ടവരായി നമ്മൾ ഈ ഒരു ചരിത്രപഥത്തിൽ, ഇന്ന് സഞ്ചാരപഥത്തിൽ ഈ യാത്ര ചെയ്യുന്ന നമ്മൾ ഇത് മറന്നു പോകരുത്. സഭയുടെ ചരിത്രപഥങ്ങളിൽ സഭ ആർജിച്ചെടുത്ത ഈ ഊർജം, പരിശുദ്ധാത്മാവെന്ന ഊർജം നമുക്കും ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ നമുക്കും കൂട്ടായ്മയെ തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മ അഭിഷേകത്തെ ജ്വലിപ്പിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കരുത്ത് പ്രിയപ്പെട്ടവർ ഈ നാളുകളിൽ നമുക്ക് സമ്പാദിക്കാം. ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ പ്രയാസപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ പ്രയാസങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ നല്ലത് അന്ന് അപ്പസ്തോലന്മാർ പറഞ്ഞതുപോലെ അവരുടെ ഭീഷണികളെ അങ്ങ് ശ്രദ്ധിക്കണമേ. അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തി സംഭവിക്കുന്ന അവിടുത്തെ കരം നീട്ടണമേ. കർത്താവേ, വചനം പറയാനുള്ള കരുത്ത് തരണമേ. ഞങ്ങൾ ഈ പ്രതിസന്ധികളെ അങ്ങ് ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ട ദൈവത്തിന് കൊടുക്കാം. ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറാം, ദൈവത്തെ വിലമതിക്കുന്നവരായിട്ട് മാറാം. കർത്താവിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഈ അസന്നിഗ്ധാവസ്ഥകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് നമ്മുടെ നേരെ ആൾക്കൂട്ടം മൊത്തം ഇങ്ങനെ ആരവത്തോടെ ആക്രോശിച്ചു വരുമ്പോഴും അന്ന് സ്തഫാനോസ് കണ്ണുനീരോടെ സ്വർഗത്തിലേക്ക് നോക്കി കർത്താവിൻ്റെ തിരുമുഖം ദർശിച്ചതുപോലെ കർത്താവിനെ ഇതിൻ്റെ ഇടവഴികളിൽ കണ്ടുമുട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം. അപ്പം നമുക്ക് ഈശോയെ കാണാൻ പറ്റും. ഈശോ എന്തൊക്കെയോ പറയാൻ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരോട്. അവൻ പറയുന്നത് ശ്രദ്ധിക്കാൻ അല്പം കൂടി ശ്രദ്ധ എനിക്ക് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്പം കൂടി ഗൗരവത്തോടെ നമ്മുടെ കർത്താവിനെ നോക്കി കാണാൻ, ശ്രദ്ധിക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഈ ഒരു ബോധ്യം വീണ്ടും സജീവമാക്കാൻ സഹായിക്കുന്ന ഒരാത്മീയ വിചാരം കൂടി ഈ രാത്രിയിൽ നിങ്ങളോട് പറയാൻ അച്ഛൻ ആഗ്രഹിക്കുക. ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു 3 ചിന്തകളുണ്ട്. 3 വാക്കുകളുടെ സഹായത്തോടെയാണ് ആ ചിന്തകളെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒന്ന്, അദ്ദേഹം പറയുകയാണ്, ഉത്ഥാനത്തിന് ശേഷം, ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോ തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഗലീലിലേക്ക് പോകുവിൻ. ജെറുസലേമിലായിരിക്കുന്ന ഒരു ജനതയോട്, ഒരു കൂട്ടായ്മയോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഗലീലിലേക്ക് പോവുക. അതേ തമ്പുരാൻ തന്നെ അവരോട് ജെറുസലേമിൽ തങ്ങാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈശോ അവരോട് ഗലീലിലേക്ക് പോകാൻ പറയുന്നത്?
പ്രിയപ്പെട്ടവർ, ഈശോയ്ക്ക് വേണ്ടി സജീവ സാക്ഷികളായി നാളെ ലോകത്തിലിറങ്ങേണ്ട അപ്പസ്തോലന്മാർ വീണ്ടും ഗലീലയിലേക്ക് മടങ്ങാൻ ഈശോ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ അതിന് പ്രത്യേകമായൊരു പ്രാധാന്യമുണ്ടെന്ന് പാപ്പ പറയുകയാണ്. കാരണം ഗലീലി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഈശോയെ ഏറ്റവും അടുത്ത് കണ്ടുമുട്ടിയ സ്ഥലമാണ്. ഈശോ മിശിഹായുടെ സ്നേഹത്തിൻ്റെ വിശുദ്ധ ഓർമ്മകൾ അനേകം അവരുടെ ഹൃദയത്തിൽ പതിയപ്പെട്ട ഇടങ്ങളാണത്. അതെല്ലാം ഓർമ്മ പറ്റിയിരിക്കുന്ന ഇടങ്ങളാണ്. ഈശോയോടൊപ്പം അവർ ഭക്ഷണം കഴിച്ചതിൻ്റെ, ഈശോയോടൊപ്പം വലിയ ക്ഷീണത്തിലും വലിയ ആശ്വാസത്തോടെ അടുത്തുറങ്ങിയതിൻ്റെ, ഈശോയുടെ കൂടെ ഇരുന്നതിൻ്റെ, ഈശോയുടെ കൂടെ സഞ്ചരിച്ചതിൻ്റെ, ഈശോയുടെ കുഞ്ഞു വാക്കുകൾ അവർക്ക് വലിയ ആശ്വാസമായതിൻ്റെ, ഈശോ അവരെ ചേർത്ത് പിടിച്ചതിൻ്റെ, ഈശോ അവരെ ആശ്വസിപ്പിച്ചതിൻ്റെ, ഈശോ അവർക്ക് വ്യക്തിപരമായ ചില നിർദ്ദേശങ്ങളും ചില ബോധ്യങ്ങളും കൊടുത്തതിൻ്റെ, അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഓരോ അപ്പസ്തോലന്മാർക്കും ഉണ്ട്. അപ്പം ആ ഓർമ്മകളെ വീണ്ടും ഓർത്തെടുത്ത് വേണം സാക്ഷികളായിട്ട് മാറാനെന്ന് ഈശോ ഓർമ്മിപ്പിക്കുമ്പം, പ്രിയപ്പെട്ട, ഇന്ന് ഈശോയ്ക്ക് യഥാർത്ഥത്തിൽ സാക്ഷികളാവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഗൗരവമായിട്ട് ചിന്തിക്കണം. ഈ ഒരു ഗലീലിയ ഓർമ്മ നഷ്ടപ്പെട്ടാൽ സാക്ഷ്യത്തിൻ്റെ ഇടങ്ങളിൽ നമുക്ക് കരുത്ത് നഷ്ടപ്പെട്ടു പോകും. ആർക്ക് വേണ്ടിയാണ് ഇത് എന്ന് ചിലപ്പം നമുക്ക് തോന്നാൻ സാധ്യത വരും. ആർക്ക് വേണ്ടി ഇത്രയും സഹിക്കുന്നത്? ആർക്ക് വേണ്ടി ഇത്രയും അലയുന്നത്? ആർക്ക് വേണ്ടി ഇത്രയും കണ്ണുനീര് പൊഴിക്കുന്നത്? ആർക്ക് വേണ്ടി ഇങ്ങനെ ഒറ്റയ്ക്കാവുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുണ്ടാവാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും എൻ്റെ ഓർമ്മകളിലേക്ക് എൻ്റെ ഈശോയെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവാനുഭവത്തെ വീണ്ടും ഓർമ്മിച്ചെടുക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പരിശുദ്ധാത്മ അഭിഷേകം ആഗ്രഹിക്കുന്ന ഒരു ജനം, ഒരു ജനത, ഒരു കൂട്ടായ്മ ഇതിന് വിലയുള്ളതായിട്ട് പരിഗണിക്കണം. ഒരു ഗലീലിയൻ സ്മരണ, എൻ്റെ ജീവിതത്തിൻ്റെ ഗലീലിയൻ സ്മരണ, എന്നെ ഈശോ ആദ്യമായി കണ്ടുമുട്ടിയ എൻ്റെ ഓർമ്മ, എന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർണായക സമയത്ത് പ്രത്യേകം ചേർത്ത് പിടിച്ചതിൻ്റെ ഓർമ്മ, എനിക്ക് കുറവുകളും പോരായ്കളൊക്കെ ഉണ്ടായിട്ട് അതെന്നെ ഓർമ്മിപ്പിക്കാതെ എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ച എൻ്റെ കർത്താവിൻ്റെ ഓർമ്മ, എന്നെ മറ്റുള്ളവർ മുമ്പിൽ അപമാനത്തിന് വിട്ടയക്കാതെ എനിക്ക് വേണ്ടി അവൻ്റെ വിശുദ്ധമായ സ്നേഹത്തിൻ്റെ വസ്ത്രം കൊണ്ട് എന്നെ പൊതിഞ്ഞതിൻ്റെ, എന്നെ ഭയത്തിൻ്റെ വല്ലാത്ത ഒരു കൂരുരുളിലേക്ക് തള്ളാതെ വീണ്ടും പ്രത്യാശയോടെ എനിക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ വചനം തന്നതിൻ്റെ ഓർമ്മ, എനിക്കൊരിക്കലും എത്താൻ പറ്റാത്ത ഇടങ്ങളിലൂടെയൊക്കെ വഴി നടത്തിയതിൻ്റെ ഓർമ്മ, എന്തുമാത്രം വ്യത്യസ്തമായ ദൈവിക ഓർമ്മകൾ പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും ഉണ്ട്. മറന്നു പോകരുത്. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്ക് പോലും ഓർമ്മയാണ്. ദൈവം നോഹയെ ഓർത്തു, ദൈവം അബ്രഹത്തെ ഓർത്തു, ദൈവം മോശയെ ഓർത്തു, ദൈവം ദാനിയേലിനെ ഓർത്തു, ദൈവം ജോസഫിനെ ഓർത്തു, ദൈവം പത്രോസിനെ ഓർത്തു. പ്രിയപ്പെട്ട, നമ്മൾ അതേപടി അത് വീണ്ടും വ്യത്യസ്തമായ വിധത്തിലും കാണുന്നുണ്ട്. ദൈവത്തെ നോഹ ഓർത്തു, ദൈവത്തെ അബ്രഹാം ഓർത്തു, ദൈവത്തെ മോശ ഓർത്തു, ദൈവത്തെ ജോസഫ് ഓർത്തു, ദൈവത്തെ ദാനിയേൽ ഓർത്തു. ഓർത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ യാത്രകളിലും വഴിതെറ്റിപ്പോകാവുന്ന വഴികളിൽ നിന്ന് ഒരു ബോധപൂർവ്വം അവർക്ക് തിരിച്ചു കിടക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, പത്രോസ് കർത്താവിനെ ഓർത്തതല്ലേ വീണ്ടും വിങ്ങിപ്പൊട്ടി കരയാനും തിരിച്ചു വരാനും മാർപ്പാപ്പ സ്ഥാനത്തിൻ്റെ മഹനീയതയിൽ പരിശുദ്ധ സഭയ്ക്ക് അടിത്തറവാകാൻ അദ്ദേഹത്തിന് കൃപ കിട്ടിയതിൻ്റെ കാരണം കർത്താവിനെ ഓർത്തു, അയാൾ കർത്താവിൻ്റെ വചനത്തെ ഓർത്തു. പ്രിയപ്പെട്ട, ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഓർമ്മ നഷ്ടപ്പെട്ടാൽ നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടവരായിട്ട് മാറും. കൃപ നഷ്ടപ്പെട്ട നമ്മൾ ആരാന്നുള്ള ഓർമ്മ, ഒരു പുരോഹിതനാണെന്നുള്ള ഓർമ്മ എന്നെ അല്പം കൂടി ബെറ്റർ പേഴ്സണായിട്ട് ജീവിക്കാൻ സഹായിക്കും. ഒരു സമർപ്പിത, വിലപിടിപ്പുള്ള ദൈവമകൻ, ദൈവമകൾ, കർത്താവിൻ്റെ പരിശുദ്ധ ശരീരത്തെ അനുദിനം ഉൾക്കൊള്ളുന്ന ആളാണ് ഞാൻ. പരിശുദ്ധ ശരീരത്തിൻ്റെ അനുഗ്രഹം ആത്മാവിൽ കൃപയായി കിട്ടിയ ആളാണ് ഞാൻ. പരിശുദ്ധ മാമോദിസ ജലം എൻ്റെ ശിരസിൽ പതിയപ്പെട്ടതാ. ദൈവാത്മാവിൻ്റെ ഉന്നതമായ വരദാനങ്ങളും കൃപകളും ഒക്കെ ഒത്തിരി പ്രാപിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഈ ഓർമ്മകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടെടുക്കാം. ഗലീലിയ വേണം നമുക്ക്. പ്രിയപ്പെട്ട, ഈ ഗലീലിയ നമ്മളെ വ്യത്യസ്തരായ മനുഷ്യരാക്കും. നമ്മളിന്ന് എവിടെയാണ്? ഗലീലിയ നഷ്ടപ്പെട്ടവരാണോ? ഈശോ മിശിഹായുടെ സ്നേഹത്തിൻ്റെ വിലപിടിപ്പുള്ള ഓർമ്മകൾ നമുക്കിന്നുണ്ടോ? ഈ രാത്രി നമ്മൾ ധ്യാനിക്കണം, ഗൗരവമായിട്ട് ധ്യാനിക്കണം. എൻ്റെ ദൈവമേ, എന്നെ വിളിച്ചിറക്കിയ നിൻ്റെ സ്നേഹം, ഞാൻ വിട്ട് കളഞ്ഞിട്ടും എന്നെ വിട്ട് കളയാത്ത നിൻ്റെ സ്നേഹം. പത്രോസും ഈശോ മിശിഹായുടെ പ്രിയപ്പെട്ട മറ്റ് അപ്പസ്തോലന്മാരും ആ രാത്രി ഒരിക്കലും മറക്കത്തില്ല. ആ രാത്രിയിൽ അവർ ഈശോ ഇല്ലാതെ അവർ പഴയ
അവർക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടുള്ള, കുഞ്ഞുനാൾ മുതൽ അവർക്ക് നല്ല തികവുള്ള പരിശീലനമുള്ള ആ മത്സ്യബന്ധനത്തിലേക്ക് വീണ്ടും ഇറങ്ങി. ആ രാത്രിയെക്കുറിച്ച് നമുക്കറിയാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇന്ന് ചിലതൊക്കെ എല്ലാ വിധത്തിലും അധ്വാനിച്ചിട്ടും ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് മനസ്സിലാക്കണം. കർത്താവിനെ കണ്ടുമുട്ടാനുള്ളതാണ്, അല്ലാതെ അത് വലിയ നഷ്ടമായിട്ട് വിചാരിക്കേണ്ട. ഈ ഭൂമിയിലെ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല എന്ന് ക്രിസ്ത്യാനികരണം എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ ഗ്രന്ഥകാരൻ തോമസ് അക്കംബീസ് പറയുന്നുണ്ട്. ഒന്നും നഷ്ടമല്ല, ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്ന ഒഴികെ മറ്റൊന്നും നഷ്ടമല്ല. തോറ്റൊന്നും നഷ്ടമൊന്നുമല്ല. വീടില്ലാതെ എപ്പോഴും വാടക വീട്ടിൽ കിടക്കുന്ന നഷ്ടമൊന്നുമല്ല. എവിടേക്കോ മറ്റുള്ളവർ ഇപ്പോഴും നമ്മളെ നോക്കി ചിരിക്കുന്ന നഷ്ടമൊന്നും അല്ലെന്നേ. ഏറ്റവും വലിയ നഷ്ടം ഈശോ നഷ്ടപ്പെടുന്ന, ആ നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പോയി പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അവനെ വീണ്ടെടുക്കാൻ എൻ്റെ ജീവിതത്തെ വീണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചില ഓർമ്മകളിലേക്ക് ഈശോ മിശിഹായുമായിട്ട് കർത്താവുമായിട്ട് കൂട്ടിമുട്ടിയതിൻ്റെ ചില ഓർമ്മകൾ, അവൻ എന്നെ ചേർത്ത് പിടിച്ചതിൻ്റെ ഓർമ്മകൾ, എൻ്റെ ബലഹീനതകളെ മറച്ചു പിടിച്ചതിൻ്റെ ഓർമ്മകൾ, എൻ്റെ ദുർബലതകളെ വിട്ടുകളഞ്ഞ് എന്നെ വീണ്ടും കരുത്തു തന്ന് എന്നെ ബലപ്പെടുത്തിയതിൻ്റെ ഓർമ്മകൾ, തെറ്റിപ്പോകാമായിരുന്ന ഇടങ്ങളിൽ എന്നെ ബോധപൂർവ്വം പിടിച്ചു മാറ്റിയതിൻ്റെ ഓർമ്മകൾ, എൻ്റെ ഈശോയെക്കുറിച്ച് എനിക്കുണ്ടാവട്ടെ. എൻ്റെ കർത്താവേ, ഈ ലോകം മൊത്തം എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ അങ്ങയുടെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റു പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ സന്നിധിയിലേക്ക് കരം നീട്ടാൻ നമുക്ക് ഈ സമയം പറ്റിയാൽ നസ്രായൻ്റെ കരം നമ്മളെ തേടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, ഗലീലിയയുടെ ഓർമ്മ എനിക്ക് ഒത്തിരി അങ്ങ് തന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം മറന്നു പോയവനായി ഞാനിന്ന് നിൽക്കുക. കർത്താവേ, ഞാൻ ആരാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ച് തരണം. എന്നെക്കുറിച്ചുള്ള നിയോഗങ്ങളെ ഓർമ്മിപ്പിക്കണമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ദൗത്യങ്ങളെ ഓർമ്മിപ്പിക്കണമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ സ്വപ്നങ്ങളെ ഓർമ്മിപ്പിക്കണമേ. കർത്താവേ, ഇന്ന് സ്വപ്നവും ഇല്ല, ചിന്തയില്ല, ഓർമ്മയില്ലാതെ ഞങ്ങൾ വീണ്ടും മങ്ങിയും വരണ്ടും കർത്താവേ വല്ലാതെ മുറിഞ്ഞും വേദനിച്ചും ഇത്തിരി സന്തോഷങ്ങളുടെ നിറക്കൂട്ടുകളിൽ നിറഭേദങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തേടിയും അവിടെ പരാജയപ്പെട്ടും പലപ്പോഴും വിശന്ന് സങ്കടപ്പെട്ട് കർത്താവേ അർത്ഥമില്ലാത്ത ദുഃഖങ്ങളിലൂടെ കടന്നു പോവാണ്. കർത്താവേ, ഞങ്ങളെ വിലയുള്ള മനുഷ്യരാക്കി അങ്ങ് മടക്കി തരണമേ, ഞങ്ങളെ അങ്ങ് നോക്കണമേ. ഞങ്ങളുടെ യഥാർത്ഥ വില ഞങ്ങൾക്ക് അറിയും വിധം കർത്താവേ അങ്ങ് ഞങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇപ്പോഴും നമ്മളെ വലിയ വിലയോടെ നോക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ, എൻ്റെ മകള്, വിലപ്പെട്ട എൻ്റെ കുഞ്ഞിനെ ആർക്കാണ് തട്ടിയെടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് കർത്താവ് വീണ്ടും നമ്മളെ പൊതിയുന്നുണ്ട് പ്രിയപ്പെട്ടവർ. ഈ രാത്രിയിൽ നമുക്ക് അവൻ്റെ നോട്ടം തിരിച്ചറിയാൻ സാധിക്കട്ടെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, പപ്പ പറയും, അന്ന് ഈശോ വീണ്ടും അവരോട് പറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കാൻ. സ്വർഗത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാം, ഗലീലയിലേക്ക് പോയ അതേ ശിഷ്യന്മാരെ അവരെ എവിടെ നിന്നാണോ ഗലീലയിലേക്ക് വിട്ട് അതേ സ്ഥലത്തേക്ക് ജെറുസലേമിലേക്ക് കർത്താവ് തിരിച്ചു കൊണ്ടുവന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ജെറുസലേമിൽ തങ്ങുവിൻ. ഈ 3 കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ നിങ്ങൾ ശ്രദ്ധിക്കണം. 1 ഗലീലി, 2 ജെറുസലേം, 3 ലോകം. ഈശോ പറയാണ് നിങ്ങൾ ഗലീലയിലേക്ക് പോവുക. 2 പറയാണ് ജെറുസലേമിൽ തങ്ങുക. 3 പറയാണ് നിങ്ങൾ ലോകം മുഴുവനിലേക്ക് എനിക്ക് സാക്ഷികളാവുക. ഇത് 3 ഇന്നും സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ് ആത്മീയ ജീവിതത്തിൻ്റെ അഭിഷേകം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നത്. ഗലീലിയ ഇല്ലാതെ പ്രിയപ്പെട്ടവർ നമുക്ക് ജെറുസലേം മടുക്കും. പ്രാർത്ഥനയ്ക്ക് ആദ്യം ഉണ്ടാകേണ്ട സ്നേഹം വേണം. ഈശോയുടെ സ്നേഹം ഉണ്ടായാൽ പ്രാർത്ഥന നമുക്ക് അനുഭവമാണ്. ഇല്ല എങ്കിൽ പ്രാർത്ഥന മരവിപ്പാണ്, പ്രാർത്ഥന മടുപ്പാണ്, ആരോടും ബന്ധമില്ലാതെ എന്നാ പറയാനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗലീലിയയുടെ ഓർമ്മ, എൻ്റെ ഈശോ എനിക്ക് അത്രയും വിലപ്പെട്ടതാണെങ്കിൽ അവൻ്റെ സന്നിധിയിൽ അവനെ നോക്കിയിരിക്കുന്നത് ആനന്ദമുള്ള വിഷയമാണ്. അവനോട് സംസാരിക്കുന്ന ആനന്ദമുള്ള കാര്യമാണ്. അവൻ പറയുന്നത് ശ്രദ്ധിക്കുന്നത് അനുഗ്രഹമുള്ള കാര്യമാണ്. അവനോട് ബന്ധമില്ലാത്ത ഒരാൾക്ക് സക്കറാരിയുടെ ചുവട് എന്തെങ്കിലും അനുഭവമായിട്ട് മാറുമോ? ദിവ്യകാരുണ്യ സാന്നിധ്യം തരുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ ജീവദായകമായ വചനം, അതിൻ്റെ ഓരോ വാക്കുകൾ അവന് വിലയുള്ളതായിട്ട് തോന്നുമോ? എന്താ ഈശോ പറഞ്ഞത്? എനിക്കതൊന്നും തോന്നുന്നില്ല എന്ന് മാത്രമേ അവന് തോന്നത്തുള്ളൂ. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ വചനം വിലയുള്ളതായിട്ട് മാറണമെങ്കിൽ ഈ വചനത്തിൻ്റെ നാഥനോട് നമുക്ക് ബന്ധം വേണം. അതുകൊണ്ട് ഗലീലിയ ഇല്ലാതെ ജെറുസലേം പ്രാപ്യമല്ല. ഈശോ പറയാണ്, നിങ്ങൾ ജെറുസലേമിൽ തങ്ങുവിൻ, സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുവിൻ, ഉന്നതത്തിലുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായിട്ട് ധ്യാനിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഗലീലിയയുടെ ഓർമ്മയുള്ള ഒരാൾ തീർച്ചയായിട്ടും ഗൗരവമുള്ള മനുഷ്യരായിട്ട് മാറും. കാരണം അയാളുടെ നിയോഗങ്ങളെക്കുറിച്ച് കർത്താവ് ഓർമ്മ കൊടുത്തിട്ട് അയാളെ ഗൗരവമുള്ള മനുഷ്യനാക്കാൻ കർത്താവ് പറയാണ്, നിങ്ങൾ ജെറുസലേമിൽ തങ്ങുക. ജെറുസലേമിൽ തങ്ങുന്നത് എന്തിനാ?
പരിശുദ്ധാത്മാവിൻ്റെ ഉന്നത അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുദിനം നിരന്തരം സ്വീകരിക്കേണ്ട ഒരു ജീവിതമാണ് നമ്മുടേത്. നമുക്ക് ഓരോ പ്രഭാതത്തിലും ജെറുസലേമിൻ്റെ ഒരു അനുഭവം വേണം. പ്രാർത്ഥനയുടെ ഒരു നിമിഷം, പ്രാർത്ഥനയുടെ ദ മൊമെൻറ്റ്സ്, ദ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് വിത്ത് മൈ ജീസസ്. പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ, ധ്യാനത്തിൻ്റെ, കൃപയുടെ സമയങ്ങളാണ് നമ്മളെ വിലയുള്ള മനുഷ്യരാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് മദർ തെരേസ തൻ്റെ സമർപ്പിത കൂട്ടായ്മയോട് പറയുമായിരുന്നു, പ്രാർത്ഥനയിൽ, കർത്താവിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രഭാതത്തിൽ നീ ചെലവഴിക്കുന്ന സമയം നഷ്ടപ്പെടുത്തിയിട്ടുള്ള നിൻ്റെ ശുശ്രൂഷകൾ നിന്നെ കുറെ കഴിയുമ്പോൾ മടുപ്പിക്കും. അതുകൊണ്ട് അവളതിൽ നിർബന്ധം പിടിച്ചിടും. തൻ്റെ സന്യാസിനി സമൂഹത്തിലെ ഓരോ അംഗവും പ്രഭാതത്തിലെ ഈ പ്രാർത്ഥന ഒഴിവാക്കാൻ പാടുള്ളതല്ല. ആ നിമിഷങ്ങളാണ് ഓരോ ദുർബല ജീവിതങ്ങളെയും തൊടുമ്പം, ഓരോ വികൃത ജീവിതങ്ങളെയും ലോകം എഴുതിത്തള്ളിയ, ഒഴിവാക്കിയ, വികൃതമെന്ന് ഒക്കെ പറയുന്ന, വല്ലാതെ ദുഷിപ്പെന്ന് അല്ലെങ്കിൽ വല്ലാതെ ദുർഗന്ധം വമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യരെ, കുറവുള്ള മനുഷ്യരെ തൊടുമ്പം ആ കുറവായിട്ട് തൊടാതെ ഈശോയായിട്ട് അവരെ തൊടാൻ പറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നിന്ന് ഈശോ മിശിഹായുടെ സ്നേഹത്തിൻ്റെ അടുപ്പം ഹൃദയത്തിൽ കിട്ടിയ ഒരാൾക്ക് പിന്നെ അത് അഴുക്കല്ല, പിന്നെ അത് ചെളിയല്ല, പിന്നെ അത് ദുർഗന്ധമല്ല, പിന്നെ അത് പോരായികയല്ല, എഴുതിത്തള്ളിയതല്ല, പിന്നെ അത് ഈശോയാ, വിലയുള്ളതാ. നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് പലരും ഇന്ന് ഭാരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, നമുക്കിന്ന് അത് 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 അരുചിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അത് ഇന്നലകളിൽ നമ്മൾ വിലയായിട്ട് കണ്ടത് ഇന്ന് നമുക്കൊരു പോരായികയായിട്ട്, നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു പോരായികയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്നേഹം നഷ്ടപ്പെട്ടു, പ്രാർത്ഥന നഷ്ടപ്പെട്ടു, ധ്യാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹത്തിൻ്റെ ഗലീലിയും ജെറുസലേമിൻ്റെ പ്രാർത്ഥനയുടെ വീര്യവും ആത്മാവിൽ നിരന്തരം സ്വീകരിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറിയാൽ ലോകം നീ സാക്ഷ്യത്തിൻ്റെ ഇടമായിട്ട് മാറ്റും. ലോകത്തിന് എന്തെല്ലാം പ്രയാസവും പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈശോയുടെ സ്നേഹത്തിൻ്റെ സ്പർശനം കിട്ടിയ ഒരാൾ, ജെറുസലേമിൻ്റെ ആത്മീയ അഭിഷേകത്തിൻ്റെ കൃപ കിട്ടിയ ഒരാൾ, സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യം. അന്ന് അപ്പസ്തോല സഭയിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ അന്ന് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെയാണ് കാണുന്നത് വചനം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പം വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലയരേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. പ്രിയപ്പെട്ട, ഇത് വലിയ പ്രത്യാശ. പന്തക്കുസ്തായുടെ വലിയ ഒരുക്കത്തിൽ നമ്മളായിരിക്കുമ്പം ഇത് വലിയൊരു പ്രത്യാശയായിട്ട് മാറണം. ഇന്ന് നമുക്ക് ഒത്തിരി ഒരു ഭീതി നമ്മുടെയൊക്കെ പരിസരങ്ങളിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് കടന്നു വരുന്ന സമയത്തിലൂടെ നമ്മൾ കടന്നു പോവാം. മരണം നമ്മൾക്കടുത്ത്, വളരെ അടുത്ത് നിൽക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ ഇന്ന് വ്യാപരിക്കുമ്പം പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെക്കുറിച്ചുള്ള ഗൗരവമുള്ള ഒരു ഓർമ്മ കിട്ടിയ ഒരാൾക്ക് വീണ്ടും ശാന്തമാകാൻ പറ്റും. നിങ്ങളെന്തിനാ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? മിഴിച്ച് നിൽക്കുന്ന നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ എന്താ ഇങ്ങനെ കണ്ണു മിഴിച്ചിരിക്കുന്നത്, എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കത്തില്ലേ? എന്താ ഇങ്ങനെ ഒരർത്ഥം അറിയാത്തതുപോലെ, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തിട്ടമില്ലാത്ത പോലെ നിൽക്കുന്നത്? അവിടെ അതേ ചോദ്യം ചോദിക്കുക, നിങ്ങളെന്താ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? ആരെ നോക്കി നിൽക്കുന്നത്? പോയി, ഈ കാലം വരെ ഞങ്ങൾക്ക് പ്രത്യാശയായ കർത്താവ് പോയി, ഇനി ഞങ്ങൾ എന്നാ ചെയ്യാനാ? അങ്ങനെ നോക്കി നിൽക്കേണ്ടവരല്ല നമ്മൾ. അതൊന്ന് ദൂതന്മാർ, അപ്പസ്തോലന്മാർ ഓർമ്മിപ്പിക്കുക. ആ പോയ ആളില്ലേ, ആ പോയ ആൾ പോയതുപോലെ തിരിച്ചു വരും, പോയതുപോലെ നിന്നെ തേടി വരും. പോയവൻ പോയത് നിനക്ക് വേണ്ടിയാണ്, പോയവൻ പോയത് പിതാവിൻ്റെ വലതുവശത്ത് നിനക്ക് വേണ്ടിയാണ്. പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈശോ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴില്ലേ, വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഓരോ സമയവും തൻ്റെ ഓരോ മുറിവ് ഇങ്ങനെ പിതാവിനെ കാണിക്കും. പിതാവേ, എൻ്റെ മുറിവിൻ്റെ വിലയാലാണ് അവൻ പ്രാർത്ഥിക്കുന്നത്, അവൾ പ്രാർത്ഥിക്കുന്നത്, അനുഗ്രഹം കൊടുക്കണം. എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മുറിവിൻ്റെ ബലത്തിലാ. പിതാവിന് അത് തരാതിരിക്കാൻ പറ്റുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നിരന്തരം പിതാവിൻ്റെ സന്നിധിയിൽ വലതുവശത്തിരിക്കുന്ന ഈശോ മധ്യസ്ഥനായിരിക്കുന്നത് എനിക്ക് വേണ്ടിയാ. ഈ ബോധ്യം സജീവമായിട്ടുള്ള ഒരാത്മാവ് ഇവിടെ അനാഥനായി കഴിയല. അവിടെ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എൻ്റെ മുറിവ് നിനക്ക് വിലയാ, അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം. പ്രിയപ്പെട്ടവർ, ഈ തിരിച്ചറിവ് വേണം നമുക്ക്. കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി തൻ്റെ മുറിവുകൾ കാണിച്ച് നമുക്ക് വിലയുള്ള സൗഖ്യവും വിമോചനവും വിടുതലും തരുമ്പം നമ്മൾ ആരും ഇല്ലാത്തവരെ പോലെ കഴിയരുത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് വ്യക്തമായിട്ട് പറയാം, ഞാൻ നിന്റെ അടുക്കലേക്ക് വരും, യുഗാന്തം വരെ
ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് സംവഹിക്കപ്പെട്ട കർത്താവ് എന്നും നമ്മുടെ കൂടെ ഉണ്ട്. ദിവ്യ കാരുണ്യത്തിൽ കൂടെ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ കൂടെയാകാൻ തൻ്റെ ആത്മാവിനെ തന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ഞാൻ എൻ്റെ ആത്മാവിനെ തരും. സത്യാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. സത്യാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഗലീലിയൻ ഓർമ്മകൾ നമ്മുടെ ജീവിതങ്ങളിൽ വീണ്ടും ജ്വലിപ്പിച്ച് തരേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമർപ്പണ ജീവിതം വിലയുള്ളതായിട്ട് മാറാൻ, എൻ്റെ പൗരോഹിത്യ ജീവിതം വിലയുള്ളതായിട്ട് മാറാൻ, നിങ്ങളുടെ കുടുംബജീവിതം, ആരംഭിച്ച വിശുദ്ധ കുടുംബജീവിതം അത് വിശ്വസ്തതയുടെ വിലയുള്ള അനുഗ്രഹത്തിൻ്റെ യാത്രാ പദമായിട്ട് മാറാൻ ഈ ഓർമ്മ വേണം. എന്തുമാത്രം സ്നേഹത്തോടും വിലയോടും കൂടെ ആരംഭിച്ച ജീവിതം ഇന്ന് എവിടെയാ? ഇന്ന് ഏതിടത്തിലാ? ഇന്ന് ആ ബന്ധം നമുക്കിന്ന് അത്ര അനുഗ്രഹമായിട്ട് തോന്നുന്നില്ല എങ്കിൽ ഓർമ്മ പോയതാ. എന്ത് രസമായിട്ട് നടന്നതാ, എന്ത് സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതാ, എന്ത് രസമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതാ. ഇന്ന് ആ രസം പോയില്ലേ, ആകർഷണം പോയില്ലേ, ഓർമ്മ പോയി. പ്രിയപ്പെട്ടവരെ, സ്നേഹം പോയി, സ്മരണ പോയി എന്ന് പറയുന്നു. ഓർമ്മ പോയി, ധ്യാനം പോയി, ചിന്ത പോയി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പോയി. ഈ സമയം നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഓർമ്മകളെ വീണ്ടെടുക്കാൻ, സ്വർഗത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ധ്യാനിക്കാൻ, സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുമ്പം ഇങ്ങനൊരു ബോധം വേണം. എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വലതുവശത്ത് ഈശോ ഉണ്ട്. എനിക്ക് വേണ്ടി ഈശോ അയച്ച പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. ഈശോ വാഗ്ദാനം തന്ന അവൻ്റെ അമ്മ എനിക്ക് കൂട്ടിനുണ്ട്. ഈശോ ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് എന്നെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതാ. അമ്മയെ വീട്ടിൽ സ്വീകരിച്ചാൽ ആ അമ്മ കൂട്ടു നിൽക്കുമെന്ന് ഈശോ പറഞ്ഞതാ. ഇത് വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ സഭയിൽ ഈശോ ഉണ്ടെന്ന് ഈശോ പല ആവത്തിൽ പല രീതിയിൽ പറഞ്ഞതാ. നിങ്ങളെൻ്റെ നാമത്തിൽ എവിടെയെല്ലാം ഒരുമിച്ച് കൂടിയാലും അവിടെ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ഈശോയെക്കുറിച്ച് വചനത്തിൻ്റെ സഹായത്തോടെ പരിശുദ്ധാത്മ പ്രേരണയിൽ ഈശോ ഈശോ എന്ന് അച്ഛൻ ഇങ്ങനെ വിമ്മിഷ്ടപ്പെട്ട് പറയുമ്പോൾ ആ വിമ്മിഷ്ടത്തിൽ പോലും ഈശോ വരും, നമ്മുടെ കുടുംബത്തിലേക്ക് വരും. താളം തെറ്റിയ എൻ്റെ ജീവിതത്തിലേക്ക് തകർന്ന് കുമ്പാരം കൂടി ഇനി ഇതാർക്കും കൂട്ടിയോജിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക്, തകർന്ന നിന്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ ഇനി എങ്ങനെ കൂട്ടി യോജിപ്പിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ വല്ലായ്മകളിലേക്ക്, തളർച്ചകളിലേക്ക് കർത്താവ് വരുമെന്ന് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കണം. ഈ രാത്രിയിൽ നമുക്ക് സജീവമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കരുത്ത് തരണമേ, നിന്റെ ഓർമ്മ തരണമേ. ലോകത്തിൽ കർത്താവേ നിനക്ക് എതിർസാക്ഷ്യം വഹിക്കാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. ഓർമ്മ തരണയപ്പാ, കൃപ തരണയപ്പാ. ജെറുസലേമിൽ നിനക്കൊപ്പം ഇരുന്ന് അനുഗ്രഹം പ്രാപിച്ച് ആത്മാവിൻ്റെ അഗ്നിയെ ആവാഹിച്ച് ആശ്വാസത്തോടെ ലോകത്തിൽ നിനക്ക് സജീവ സാക്ഷികളായ ആദിമ സഭയിലെ അപ്പസ്തോലന്മാരെ പോലെ, വിശുദ്ധരായ ഓരോ കാലഘട്ടത്തിലെ സഭയിലെ അനുഗ്രഹദായകരായ സുവിശേഷകരെ പോലെ, പ്രേക്ഷിതരെ പോലെ കർത്താവേ ഞങ്ങൾക്ക് ഇന്ന് കരുത്ത് തരണമേ. ഞങ്ങളുടെ ബലഹീനതകളിലേക്ക്, ദുർബലതകളിലേക്ക് ഈശോയെ പരിശുദ്ധാത്മാവിനെ തരണമേ. ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ഈശോ നിങ്ങളുടെ ആത്മാവിനാൽ വീണ്ടും ജ്വലിപ്പിക്കണമേ, ശക്തി തരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അറിയുന്ന കർത്താവേ പ്രകാശിപ്പിക്കാൻ, ജ്വലിപ്പിക്കാൻ, എഴുന്നേൽപ്പിക്കാൻ, ചൂട് പിടിപ്പിക്കാൻ, വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ, വിള്ളലുകൾ മാറ്റാൻ കൃപ തരണമേ, വിടുതൽ തരണമേ. ആത്മാവേ അഗ്നിയായി വരണമേ, അഭിഷേകം തരണമേ. ജനതകളഖിലം ഉണരട്ടെ, യേശുവിനായണി ചേരട്ടെ, ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാലുറ കൂട്ടണമേ. ജനതകളഖിലം ഉണരട്ടെ, യേശുവിനായണി ചേരട്ടെ, ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാലുറ കൂട്ടണമേ.
വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ അഗ്നിയിറക്കണമേ. വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. വരണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കണമേ, സാക്ഷികളാക്കണമേ. ലോകത്തിൽ ഈശോ മിശിഹായ്ക്ക് സജീവ സാക്ഷികളായി വിലയോടെ ജീവിക്കാൻ, തിന്മ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്ന് വിട്ടുമാറി ദൈവോന്മുഖരാകാൻ. ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന നഗരങ്ങളില്ല, ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന ഭവനങ്ങളില്ല. ബോധ്യത്തോടെ സ്വർഗത്തിലേക്ക് നോക്കി വിലയുള്ളവരാകാൻ ഞങ്ങളെ സഹായിക്കണേ. ഏലീശായിൽ നിറഞ്ഞതുപോൽ ദാനിയേലിൽ നിറഞ്ഞതുപോൽ ലോക ജനതകളിൽ നിറയാൻ നിന്നാത്മാവിനെ പകരണമേ. ഏലീശായിൽ നിറഞ്ഞതുപോൽ ദാനിയേലിൽ നിറഞ്ഞതുപോൽ ലോക ജനതകളിൽ നിറയാൻ നിന്നാത്മാവിനെ പകരണമേ. ആത്മാവേ അഗ്നിയിറക്കണമേ. വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ അഗ്നിയിറക്കണമേ. വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം സജീവമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും വിലപിടിപ്പുള്ള കർത്താവിൻ്റെ ആത്മാക്കളാണ്. നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിന് എന്നേക്കുമായിട്ട് അവകാശികളായി നിത്യതയിൽ കർത്താവിനെ ആരാധിക്കേണ്ട സ്വർഗീയ സഭയായി രൂപാന്തരപ്പെടേണ്ട സമൂഹമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ നിലനിൽക്കുന്ന വസതികൾ പണിയാതെ എന്നേക്കും വസിക്കുന്ന വിശുദ്ധ കൂടാരത്തിൽ നമുക്കായി ആലയങ്ങൾ പണിയാൻ വേർതിരിക്കപ്പെട്ടവരാണ്. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നമ്മുടെ ആത്മാവിനെക്കുറിച്ച് വലിയ കടമയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെക്കുറിച്ചുള്ള നമ്മുടെ കടമയെ നമ്മൾ വിസ്മരിക്കുന്ന നമുക്കാണ് അപകടം. എൻ്റെ ആത്മാവിന് പകരമായി ഞാൻ എന്ത് കൊടുക്കും? നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്ത് പ്രയോജനം? ഈ വചനത്തിന് വലിയ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇന്ന് നന്നായിട്ടറിയാം, നമ്മൾ സ്വരുക്കൂട്ടിയതും നമ്മൾ കാത്തുവച്ചതും നമ്മൾ പരിപാലിച്ചതും ഒന്നും നമുക്ക് നീണ്ടകാലം കാക്കാൻ കഴിവില്ല എന്ന് പല കാരണങ്ങൾ കൊണ്ട് അറിവ് കിട്ടി വരാം നമ്മളിന്ന്. അതുപോലെ നമുക്ക് ജീവിതാനുഭവങ്ങളുണ്ട്. ഏതൊരു കാലഘട്ടത്തിൽ എന്നതിനേക്കാൾ കൂടുതലായി അച്ഛൻ വിശ്വസിക്കുകയാണ്, ലോകത്തിലെ എല്ലാ അത്ഭുതങ്ങളും ഒരുമിച്ച് കാണാൻ ഭാഗ്യം കിട്ടി വരാം നമ്മുടെ ഒരു കാലത്ത് നമുക്ക് എന്തെല്ലാം ഭാഗ്യമാണ് കിട്ടിയത്. മാനം മുട്ട ഉയരുന്ന സമുദ്രത്തിൻ്റെ ജലം ഉയർന്നു നിൽക്കുന്നത് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? സുനാമി തിരകൾ വലിയ കൊന്നത്തെങ്ങിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുമ്പം അവിടെ നമ്മൾ വിരിച്ചിട്ട അലക്ക് തുണികൾ ആ തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന കാണാനുള്ള ഭാഗ്യം കിട്ടി നമുക്ക്. അത് പ്രിയപ്പെട്ടവരെ നമ്മളെ കണ്ണ് തുറപ്പിക്കുമെന്ന് കർത്താവ് കരുതി. പക്ഷേ നമ്മളൊക്കെ 3-4 ദിവസം കഴിഞ്ഞപ്പം സുനാമി തിര അടങ്ങിയപ്പം നമ്മളെല്ലാം മറന്നു. അതിന് പിന്നാലെ എന്തെല്ലാം ലോകത്തിൻ്റെ വ്യത്യസ്തമായ അത്ഭുതം കുറിക്കുന്ന, അത്ഭുതം മാത്രം തോന്നിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇതെന്താ ഇത്ര സ്പീഡിലെന്ന് തോന്നിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് പ്രളയങ്ങൾ നമ്മുടെ കാലത്തിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അതിൽ ഞാൻ എൻ്റെ ജീവിതം വ്യത്യാസപ്പെടുത്തി. എൻ്റെ കർത്താവിങ്കലേക്ക് നോക്കാൻ കൂടുതൽ എന്നെ സഹായിക്കുന്നതാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ പരിസരങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷേ നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു കുറവ്, അതൊന്ന് മാറിക്കഴിയുമ്പം നമ്മളെല്ലാം പഴയപടിയാക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. ജീവിതം
മാറി മറിയുന്നു എന്നതുപോലെ നമ്മുടെ കാഴ്ചവെട്ടിൽ, നമ്മുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ എത്തുന്നില്ല എന്ന വിധത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന വ്യത്യസ്തമായ സംഭവങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ ഒരു വിശ്വാസി അതിനെ എങ്ങനെയാണ് വായിക്കേണ്ടത്? നിലനിൽക്കുന്നവൻ ദൈവം മാത്രം. നിത്യതയിൽ എന്നേക്ക് എന്നെ കാത്തു നിൽക്കുന്ന കർത്താവിൽ ഉറയ്ക്കാൻ, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും ജീവിതം ക്രമപ്പെടുത്താൻ കർത്താവ് തരുന്ന അവസരമാണിതെന്ന് കണ്ടുകൊണ്ട് ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നവരാണ് ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ട, ഈ കാലഘട്ടത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും കാണാതെ അച്ഛൻ അതിനൊരു കുറവായിട്ട് പറയല്ല. ആ പ്രയാസവും പ്രശ്നവും എല്ലാം നമ്മുടെ സങ്കടമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി ലോകം മുഴുവൻ ശ്രദ്ധിക്കുമ്പോൾ ഞാനും ശ്രദ്ധിക്കണം. അതിനുള്ള ഗൗരവമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ വിശ്വാസ്യത്തിനിടയിൽ നിന്ന് വായിക്കേണ്ട ആത്മീയ പാഠത്തെക്കുറിച്ച് പറയാം. പ്രിയപ്പെട്ട, ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പ്രയാസങ്ങൾ, അതും പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കടപ്പെടുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കണം, തുടർന്നും പ്രാർത്ഥിക്കണം, വില കൊടുത്ത് പ്രാർത്ഥിക്കണം. അത്രമാത്രം കണ്ണുനീരും സങ്കടവും മരണവും ഭീതിയും സാമ്പത്തിക പ്രയാസവും ദുഃഖവും ലോകത്തിനുണ്ട്. അനുദിനം എത്രയോ മക്കളാണ് പല ദിക്കുകളിൽ നിന്ന് ദേശങ്ങളിൽ നമ്മളെ വിളിച്ച് അച്ഛാ പ്രാർത്ഥിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണം, ഞങ്ങൾ വലിയ കഷ്ടത്തിലാണ്, പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കരുത്തോടെ പ്രാർത്ഥിക്കണം, വില കൊടുത്ത് പ്രാർത്ഥിക്കണം, മുറിഞ്ഞ് പ്രാർത്ഥിക്കണം. തകർന്നും ഇരിക്കുമ്പോഴും നമ്മൾ വീണ്ടും കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. കാരണം അത്രമാത്രം എന്നേക്കാൾ എൻ്റെ സഹോദരങ്ങൾ പ്രയാസത്തിലാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വിശ്വാസി എന്ന നിലയിൽ ഈ പ്രയാസങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ ചില ആത്മീയ ബോധ്യങ്ങൾ ഏറ്റെടുക്കണം. കർത്താവേ, നിലനിൽക്കുന്നവൻ അങ്ങ് മാത്രമാണ്. നിത്യതയ്ക്ക് വേണ്ടി ഞാൻ ഇന്നുവരെ ഒന്നും ഒരുങ്ങിയിട്ടില്ല. ഞാൻ നിലനിൽക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എപ്പോൾ വേണേലും മാറി മറിയാവുന്ന ഒരു ശ്വാസത്തിനപ്പുറം വിലയില്ലാത്ത ഈ ജീവിതം കർത്താവേ അങ്ങനെ പോകാനുള്ളതല്ലല്ലോ. വിലയുള്ള സമയത്ത് വില കൊടുത്ത് ഒരുങ്ങണമെന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യസന്ധമായിട്ട് തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ അഭിഷേകത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്ന 3 വചനം കൂടി, വചനത്തിലെ 3 വാക്കുകൾ കൂടി അച്ഛൻ പറഞ്ഞ് ഈ ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1, ഈശോ പറഞ്ഞു ആ കല്ലെടുത്തു മാറ്റുവിൻ. ഈശോ പറഞ്ഞു ആ കല്ലെടുത്തു മാറ്റുവിൻ. മർത്ത പറഞ്ഞു കർത്താവേ കല്ലെടുത്തു മാറ്റിയാൽ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഈശോ പറഞ്ഞു ലാസറേ പുറത്തു വാ. പ്രിയപ്പെട്ട, ഇതൊരു തിരിച്ചറിവായിട്ട് മാറണം. ഈശോ പറയുകയാണ് കല്ലെടുത്ത് മാറ്റുക. നമ്മൾ പറയുകയാണ് കല്ലെടുത്ത് മാറ്റല്ലേ കർത്താവെ ദുർഗന്ധം ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ശക്തമായൊരു ആത്മീയ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണ് ഞാനെങ്കിൽ നീയെങ്കിൽ ഈ വചനം ശ്രദ്ധിക്കണം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സപ്പെടുത്തുന്ന, കർത്താവിൻ്റെ സന്ദർശനത്തെ അനുവദിക്കാത്ത ഏതോ സ്പേസ് ഉണ്ട് നമ്മളിൽ. ഇപ്പോഴും അന്ധകാരം മൂടി നിൽക്കുന്ന ഒരു സ്പേസ്, അതുകൂടി നമ്മൾ മാറ്റിക്കൊടുക്കണം കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവ് ഇതാ ഞാൻ, ഇതിലേക്ക് നീ ഇടപെടണം എന്ന് പറയാൻ പറ്റാതെ, അത് കാണണ്ട, അത് പറഞ്ഞാൽ അത് മാറ്റണ്ടേ, മാറ്റാൻ ഇഷ്ടമില്ല, ദുർഗന്ധം വരുമെന്ന് പറഞ്ഞ് നിൽക്കുക. ഇപ്പം മാറ്റാൻ പറ്റുകയെന്ന് എൻ്റെ അവസ്ഥകേടുകൾ പറയുക. എൻ്റെ ഇത്രയും വർഷത്തിൻ്റെ ഒരു അനുഭവം ഇതാണ് എന്ന് പറയുക. കർത്താവിനോട് അനുഭവം പറയുന്നത് 3 വയസ്സുകാരൻ പറഞ്ഞതുപോലെ എൻ്റെ ആയുസ്സിൽ ഇതുപോലെ ഒരു മഴ ഞാൻ കണ്ടിട്ടില്ല എന്ന്. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇങ്ങനെ മഴയുടെ സെൻറ്റിമീറ്ററൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ കർത്താവിനോട് പറയരുത്. കർത്താവിന് മാറ്റിയ ചരിത്രമുണ്ട്. 38 വർഷം തളവാദം പിടിച്ചവനെ നിവർത്തിയവന്, 18 വർഷം കൂലിയവനെ നേരെ നിർത്തിയിട്ട് നടത്തിയവന്, അഴുകി 4 ദിവസം കഴിഞ്ഞിട്ട് ദുർഗന്ധം എന്ന് പറഞ്ഞവന്, അവന് നല്ല ജീവൻ കൊടുത്ത കർത്താവിന് നിന്റെ 7 വർഷം പഴക്കമുള്ള കുറവിനെ നീക്കിക്കളയാൻ കരുത്തുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കുറവിനെ അവൻ്റെ മുമ്പിൽ നമ്മൾ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. എനിക്ക് കർത്താവേ, എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്തൊരു കുറവുണ്ട്, വർഷങ്ങളുടെ ഒരു കുറവ്. കർത്താവേ, അത് ഞാൻ ഇതാ ഏറ്റു പറയുന്നു. ഒരഭിഷേകത്തിന് തടസ്സം പ്രിയപ്പെട്ട ഏറ്റുപറച്ചിലില്ലായ്മ, അതിനെ അഡ്രസ്സ് ചെയ്യാൻ കർത്താവിനെ അനുവദിക്കാത്തത്, അതിനെ അഭിമുഖീകരിക്കാൻ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിന് അത് മാത്രം വിഷയമാക്കാത്ത ഒരു കുറവ് എനിക്കുണ്ടെങ്കിൽ അത് അഭിഷേകത്തെ തടസ്സപ്പെടുത്തുമെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിന് ഒരു പ്രവേശനം നിഷേധിക്കുന്ന ഡാർക്ക് സ്പേസ് ഓഫ് മൈ ഹാർട്ട്, അത് ഞാൻ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ എത്തിച്ചാൽ ജീവിതം മാറും. ഡാർക്ക് സ്പേസ് ഓഫ് മൈ ഹാർട്ട്, ഫ്രാൻസിസ് പാപ്പ ഇതിനെക്കുറിച്ച് ചിന്ത പറയുന്നുണ്ട്. ഡാർക്ക് സ്പേസ് ഓഫ് മൈ ഹാർട്ട്, എന്നിൽ മൃതമായി കിടക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഭാഗം, എന്നിൽ മൃതമായത്, അതിനെ
പുനരുദ്ധരിപ്പിക്കാൻ, അതിനെ വ്യത്യാസപ്പെടുത്താൻ, അതിനെ ജീവനിലേക്ക് നയിക്കാൻ കഴിവുള്ള ഉറ്റതനായ ഈശോയുടെ സന്നിധിയിൽ എല്ലാത്തിനെയും ജ്വലിപ്പിക്കാൻ, നവീകരിക്കാൻ, പുതുക്കാൻ, വിശുദ്ധീകരിക്കാൻ, പുനർനിർമ്മിക്കാൻ, കേടുപാട് പോക്കാൻ കഴിവും കരുത്തുള്ള പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചാൽ എൻ്റെ ഡാർക്ക് സ്പേസസ്, എൻ്റെ മൃതായ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ പരിഹരിക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങും. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടലിന് വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. വലിയ വിടുതലുകൾ ഈ രാത്രി സംഭവിക്കാൻ കർത്താവ് ഇടപെടുത്തും. കാരണം കർത്താവ് പറയുന്നുണ്ട്, ദുർഗന്ധ മമ്മിക്ക് വന്ന് സഹോദരി പറഞ്ഞ അതേ സ്പേസിൽ നിന്നുകൊണ്ട് കർത്താവ് പറയാണ്, ലാസറേ വന്നേ. വർഷങ്ങളുടെ നിന്റെ തളർച്ചയെ നോക്കി, തകർച്ചയെ നോക്കി, നിനക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന കുറവിനെ നോക്കി കർത്താവ് പറയാണ്, വന്നേ ഇങ്ങോട്ട്, വന്നേ, ഞാൻ മാറ്റാം, ഞാൻ പരിഹരിക്കാം, ഞാൻ വ്യത്യാസപ്പെടുത്താം. ഈ വലിയ ബോധ്യത്തോടെ ഈ രാത്രിയിൽ കർത്താവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാ ശക്തിയിൽ, കർത്താവ് തിരിച്ചറിയിക്കുന്ന അധികാരത്തിൽ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അന്ധകാരം ഈ കാലം വരെ നിന്നെ പൂട്ടിയിട്ടിരുന്ന ആ സ്വാധീനം യേശുനാമത്തിൽ മാറിപ്പോട്ടെ. ദൈവത്തിന്റെ കൃപയാൽ നിനക്ക് എഴുന്നേക്കാൻ പറ്റട്ടെ. ദുശ്ശീലായിരിക്കാം, ബന്ധനായിരിക്കാം, മടുപ്പായിരിക്കാം, അലസതയായിരിക്കാം, തെറ്റായൊരു ബന്ധമായിരിക്കാം, കുരുങ്ങിക്കിടക്കുന്ന വർഷങ്ങളുടെ ഒരു സ്വാധീനമായിരിക്കാം, ദൈവകൃപയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന വിഷാദമായിരിക്കാം, ഭയമായിരിക്കാം, നിരാശയായിരിക്കാം, എന്തായിക്കോട്ടെ, ഈ രാത്രിയിൽ കർത്താവേ നീ ഇടപെടണമേന്ന് കണ്ണുനീരോടെ മക്കൾ പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഈശോ അധികാരത്തിലും അനുഗ്രഹത്തിലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ, ഈ നിമിഷം മക്കൾ എവിടെയില്ലായിരുന്നു കർത്താവേ, ഇവരുടെ ജീവിതങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്തൊരു കുറവെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഈ സമയം സമർപ്പിക്കുന്ന ആ മൃതമായ അവസ്ഥയിലേക്ക് കർത്താവേ, നിന്റെ ജീവന്റെ ആത്മാവിനെ നീ വർഷിക്കണമേ. നിന്റെ പ്രകാശം മക്കളുടെ ആത്മാവിൽ പതിയട്ടെ. ദൈവശക്തി ഈ രാത്രിയിൽ മക്കളുടെ ആത്മാക്കളെ ജ്വലിപ്പിക്കട്ടെ. ഹൃദയത്തിലെ അഴുക്ക്, ദുർഗന്ധം അമ്മിക്കുന്ന ആ സ്പേസ് ഈശോ ഏറ്റെടുക്കട്ടെ. എല്ലാ അന്ധകാര സ്വാധീനങ്ങളും മാറിപ്പോകട്ടെ. അശുദ്ധിയുടെ, അഹങ്കാരത്തിന്റെ, സ്വാർത്ഥതയുടെ കുടുക്കുകള്, എല്ലാ സ്വാധീനങ്ങള് യേശു നാമത്തിൽ മാറട്ടെ. നിരാശ, ഭയം, വ്യർത്ഥചിന്തകള്, എല്ലാ തലങ്ങളിലുള്ള തകർച്ചകള് കർത്താവേ അങ്ങയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ചൂട് പിടിക്കണമേ. അങ്ങയുടെ ആത്മാക്കളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ തീ കാറ്റയച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ കം ഹോളി സ്പിരിറ്റ്, ഓ കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ദുർബല ശരീരത്തിലേക്ക്, എൻ്റെ ദുർബല മനസ്സിലേക്ക്, എൻ്റെ തളർന്ന, എൻ്റെ താളം തെറ്റിയ എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക്, കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത, വിഭജിക്കപ്പെട്ട എൻ്റെ അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവമക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, വിമോചനം പ്രാപിക്കട്ടെ, വിശുദ്ധി അഭിഷേകമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ശക്തിയാൽ മക്കൾ ചൂടുപിടിക്കട്ടെ. വലിയ വിശ്വസ്തത കുടുംബജീവിതങ്ങളിലേക്ക്, സമർപ്പിത ജീവിതങ്ങളിലേക്ക് കർത്താവ് പകരട്ടെ. രോഗക്കിടക്കയിലും മരണക്കിടക്കയിലും ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. നിരാശയിൽ നിന്ന്, വിഷാദത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് മക്കൾ എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ വലിയ കൃപയാൽ തളർന്നവരും തകർന്നവരും എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ വീട് കിടക്കുന്ന ഇടങ്ങളോട് അങ്ങ് കൽപ്പിക്കണമേ, വചനം കൽപ്പിക്കണമേ. ഞങ്ങൾ പുറത്തു വരട്ടെ, ഞങ്ങൾ തിരിച്ചു വരട്ടെ, ഞങ്ങൾ ശക്തിപ്പെടട്ടെ, ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അന്ന് ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ അതിന്റെ കേടുപാടുകൾ പോക്കി പഴയ കാലത്തൊന്നതുപോലെ പുനഃസ്ഥാപിക്കും. ദൈവത്തിന് വലിയ മഹത്വത്താൽ ദൈവമക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈശോമിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ മക്കളായിരിക്കുന്ന ഇടങ്ങളെ, കുടുംബങ്ങളെ, സമർപ്പിത കൂട്ടായ്മകളെ, വൈദിക ഭവനങ്ങളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ആശുപത്രികളെ, വിദ്യാമന്ദിരങ്ങളെ, കുഞ്ഞുമക്കളെ, യൗവനങ്ങളെ, പ്രായാധിക്യത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, രോഗാതുരതയിൽ
സങ്കടത്തിൽ വിഷാദത്തിൽ കഴിയുന്ന എല്ലാ മക്കളെ ഈശോ മിശിഹായുടെ സൗഖ്യത്തിന് ഏൽപ്പിച്ച് ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.